Meet the editors. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നോ എന്നാണ് ചോദ്യം. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ചില കണക്കുകൾ കൂടി നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. കേരള കോൺഗ്രസും RJDയും ഇടതുമുന്നണി വിടുമോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ നേരിട്ടുള്ള ഭാഷ്യം. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസും RJDയും ഇപ്പോൾ എത്ര സീറ്റുകൾ, എത്ര ശതമാനം അവർക്കുണ്ട്? തദ്ദേശ തിരഞ്ഞെടുപ്പും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഒരു താരതമ്യത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ LDFന് 99 സീറ്റ്, 45.43%, UDFന് 41 സീറ്റ്, 39.47%, വ്യത്യാസം 6%. എന്നാൽ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ കണക്കുകൾ മാറുന്നതായിട്ട് കാണാം. UDFന് LDFിനേക്കാൾ എഡ്ജ് ഉണ്ടാവുന്നതും നമ്മൾ കണ്ടു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് 2021 ആകെ 12 സീറ്റുകൾ കിട്ടിയതിൽ 5 സീറ്റുകളിലാണ് 2021 കേരള കോൺഗ്രസ് മാണി വിഭാഗം വിജയിച്ചത്. 3.28% കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം എന്ന് പറയുന്നത്. അന്ന് മത്സരിച്ചത് പാല, കടുത്തുരുത്തി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, റാന്നി, തൊടുപുഴ, ഇടുക്കി, ഇരിക്കൂർ, ചാലക്കുടി, പെരുമ്പാവൂർ, പിറവം, ചങ്ങനാശ്ശേരി മണ്ഡലങ്ങളിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചതെങ്കിലും കാഞ്ഞിരപ്പള്ളിയിൽ, പൂഞ്ഞാറിൽ, റാന്നിയിൽ, ഇടുക്കിയിൽ, ചങ്ങനാശ്ശേരിയിൽ ഈ 5 മാത്രമേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വിജയിച്ചു കയറാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 5 സീറ്റുകൾക്കും അപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ജയിച്ചു കയറാൻ പറ്റുന്നൊരു സാഹചര്യം, ഒന്ന്, ഈ ഇടങ്ങളിലെല്ലാം തന്നെ LDFിൽ നിന്ന് പോയാൽ UDFിൽ സീറ്റ് കൊടുക്കാൻ സാധിക്കുന്നൊരു അവസ്ഥയുണ്ടാവണം. ഉദാഹരണത്തിന് നിലവിൽ പിറവം, അതേപോലെ ചങ്ങനാശ്ശേരി, ചാലക്കുടി, പെരുമ്പാവൂർ, ഇരിക്കൂർ, പൂഞ്ഞാർ, റാന്നി, തൊടുപുഴ, ഇടുക്കി, പാല, കടുത്തുരുത്തി, കാഞ്ഞിരപ്പള്ളി ഈ മണ്ഡലങ്ങളിലെല്ലാം UDFിന് കൊടുക്കാൻ സീറ്റുകൾ ഉണ്ടാവണം. ചുരുങ്ങിയത് 5 സീറ്റുകളെങ്കിലും UDFിന് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. RJDയുടെ കണക്കിലേക്ക് എത്തിയാൽ RJD കഴിഞ്ഞ തവണ മത്സരിച്ചത് 3 ആകെ ജയിച്ചത് 1 മാത്രം, കൂത്തുപറമ്പിൽ. വോട്ട് വിഹിതം 0.93%. വടകര, കൽപ്പറ്റ, കൂത്തുപറമ്പ് മത്സരിച്ചെങ്കിലും കൂത്തുപറമ്പിൽ മാത്രമാണ് KP മോഹൻ വിജയിച്ചു കയറാൻ സാധിച്ചത്. എന്നാൽ 2021 നിയമസഭാ വോട്ട് വിഹിതം കൂടി നമ്മളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എത്രമാത്രം ഇമ്പാക്റ്റ് LDFിൻ്റെ വോട്ട് വിഹിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നോക്കൂ, ആകെ 2021 LDFിൻ്റെ 45.43%, കേരള കോൺഗ്രസ് 3.28%, RJD 0.93%മാണ് വോട്ട് വിഹിതം സ്വന്തമാക്കിയത്. ഓർമ്മിക്കണം, 39% UDFിനോട് വോട്ട് വിഹിതമുള്ളൂ. അതായത് കേരള കോൺഗ്രസ് എമ്മും RJDയും തമ്മിൽ കൂട്ടിയാൽ ഒരു 5% താഴെ മാത്രമാണ്, 4.33% മാത്രമാണ് വരിക. 45% നിന്ന് കുറച്ചാൽ 41.22%. പക്ഷേ അപ്പോഴും UDFിനേക്കാൾ 2%-ലധികം എഡ്ജ് LDFിനെ കാണും. 2021 സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് LDFിൽ നിന്ന് 2021 മൈനസ് കേരള കോൺഗ്രസ് എം മൈനസ് RJD 41.22%. പക്ഷേ അപ്പോൾ പോലും UDFിനേക്കാൾ എഡ്ജ് ഉണ്ടാവും. എന്ന് വെച്ചാൽ പെർസെൻറ്റേജിൻ്റെ കണക്കിലോ സീറ്റുകളുടെ കണക്കിലോ 6 സീറ്റുകൾ മാത്രമേ നഷ്ടമാകുകയുള്ളൂ എന്നർത്ഥം. 2021 UDFിൻ്റെ വോട്ട് വിഹിതം 39.47%. ഇനി പുതിയ UDF വിഹിതം മുന്നണി മാറി വന്നാൽ, അതായത് കേരള കോൺഗ്രസ് മാണിയും RJDയും UDFിനോടൊപ്പം വന്നാൽ 43.68% ആവുന്ന സാഹചര്യം ഉണ്ടാവും. ഇരു പാർട്ടികളും മുന്നണി മാറിയാൽ മുന്നണി സീറ്റ് LDFിന് 93 സീറ്റായിട്ട് കുറയും, 41.22% ആവും. UDF 47 സീറ്റ് കിട്ടുമെങ്കിലും 43.68% അവരുടെ വോട്ട് വിഹിതം കൂടും. അതായത് വോട്ട് വിഹിതത്തിലൊരു വ്യത്യാസം വരും, പക്ഷേ സീറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യൂല. നിലവിലിത് മാറിയാൽ ഇത് 2021 രാഷ്ട്രീയ സാഹചര്യമാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴേക്കും ആ കണക്ക് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ LDFിന് 58 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. നിലവിൽ ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ UDFിന് പരമാവധി 80 സീറ്റുകൾ വരെ കിട്ടിയേക്കാം, BJPക്ക് 2 സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും കണക്കുകളുടെ വിശകലനത്തിലൂടെ മനസ്സിലാവുന്നു. അങ്ങനെ വന്നാൽ 33.45% വോട്ട് വിഹിതം. UDFിന് ഒരു 5% വോട്ട് വിഹിതം കൂടാൻ സാധ്യതയുണ്ട്. 58ഉം 80ഉം. ഈ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് എത്രമാത്രം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, കേരള കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ മത്സരിച്ചത് 949 ഇടങ്ങളിൽ, ജയിച്ചത് 246 ഇടങ്ങളിൽ, വോട്ട് വിഹിതം 1.62%. ഓർമ്മിക്കുക, 2021 4%-അടുത്ത് വോട്ട് വിഹിതമുണ്ടായിരുന്ന
കേരള കോൺഗ്രസ് 3.2% വോട്ട് വിഹിതമുണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നേരെ പകുതിയാകുന്നത് കാണാം. 1.62% ആകുന്നതായിട്ട് കാണാം. RJDയുടേത് 262 മത്സരിച്ചു, 63 വിജയം നേടി. വോട്ട് വിഹിതം 0.72%. 0.93%-ൽ നിന്ന് 0.72% ആയിട്ട് നേരിയ ഡിപ്പ് മാത്രമേ RJDക്ക് ഉണ്ടായിട്ടുള്ളൂ എന്ന് കാണാം. തദ്ദേശ ഫലമനുസരിച്ച് ഇരു പാർട്ടികളും മുന്നണി മാറിയാൽ LDF 52 സീറ്റിലേക്കും UDF 86 സീറ്റുകളിലേക്കും മാറും. 31.11% LDFിന്റെ വോട്ട് വിഹിതം കുറയും. UDFിന്റെ വോട്ട് വിഹിതം 41.15% വർദ്ധിക്കുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള കാൽക്കുലേഷൻ മാത്രമാണിത്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ 2021 2025 അടിസ്ഥാനമാക്കി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ കണക്കുകൾക്കും അപ്പുറത്തുള്ളൊരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഈ കേരള കോൺഗ്രസിന് മധ്യ തിരുവിതാംകൂറിലും RJDക്ക് വടക്കൻ കേരളത്തിലും സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളുടെ രാഷ്ട്രീയ ചരിത്രം നമ്മളോട് പറയുന്നത്. ജിമ്മി, ഈ കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 12 സീറ്റുകളിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിക്കുമ്പോഴും 4%-ത്തിനടുത്ത് 3.2%-ത്തിനടുത്ത് വോട്ട് വിഹിതം കേരള കോൺഗ്രസ് മാണിക്കുണ്ടായിരുന്നു 2021. UDFിന്റെ കാലത്തുണ്ടായിരുന്നതിൻ്റെ അത്ര വോട്ട് വിഹിതം LDFിന്റെ കാലത്ത് കേരള കോൺഗ്രസ് മാണിക്കുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും കണക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ 3% ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ നിർണായകമാണ്. കാരണം ഒരു സ്ലൈറ്റ് എഡ്ജ് UDFിന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെങ്കിൽ 80 സീറ്റുകൾ വരെ നേടിയേക്കാം എന്ന് പറയുമ്പോൾ ഒരു 10 സീറ്റിന്റെ വ്യത്യാസം മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. സീറ്റിന്റെ കാര്യത്തിൽ UDF കോൺഫിഡന്റ് ആണെങ്കിലും ഈ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുതായിരിക്കില്ലല്ലോ. അത് ഈ 5 മണ്ഡലങ്ങളിൽ മാത്രമല്ലല്ലോ, ചുരുങ്ങിയത് ഒരു 16 മണ്ഡലങ്ങളിലെങ്കിലും കേരള കോൺഗ്രസിന്റെ ഒരു സ്വാധീനം, നേരിയ തലത്തിലുള്ള സ്വാധീനമെങ്കിലും മുന്നണിക്ക് ലഭിക്കും. അതുപോലും നഷ്ടപ്പെടുത്തണ്ട എന്നതാണ് UDFിന്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ വോട്ടിനും അപ്പുറത്തേക്ക്, ഈ കണക്കുകൾക്കും അപ്പുറത്തേക്കല്ലേ യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? ജിമ്മി, പെർസെപ്ഷനാണ് മാറാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഇപ്പോൾ LDFിൻ്റെ മേഖലാ ജാഥകൾ നയിക്കുന്നതിൽ ഒരു ജാഥ നയിക്കുന്ന പാർട്ടി മറികണ്ഠം പോവുക എന്ന് പറഞ്ഞാൽ എൻ്റെ പെർസെപ്ഷൻ വളരെ വലിയ അപകടം പിടിച്ചതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയി എന്ന് പറയുമ്പോൾ അതാണ് ഒന്ന്. 2, എത്ര സീറ്റാണെന്നോ എത്ര ശതമാനം വോട്ടാണെന്നോ അല്ല, 3 ജില്ലകളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള 3 ജില്ലകളിൽ പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും, ഈ സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ പറയുന്ന ശതമാനത്തിനപ്പുറം CPM-നും, അതായത് ആരുടെ കൂടെയാണ് അവർ നിൽക്കുന്നത്, ആ മുന്നണിയിലെ മറ്റ് പാർട്ടികൾക്ക്, മറ്റ് സ്ഥാനാർത്ഥികൾക്ക് കേരള കോൺഗ്രസിൻ്റെ പോയ വോട്ടുകൾ കൂടി കൂട്ടുമ്പോൾ അതിന് കുറച്ചുകൂടി വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. ആ 3 ജില്ലകളിലെ ഫലത്തെ സ്വാധീനിക്കാൻ കേരള കോൺഗ്രസിന് എമ്മിന് ശക്തിയുണ്ടെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട കാര്യവും. എന്ന് വെച്ചാൽ 3-3.5% അവർ സ്വന്തമായി പിടിച്ചത് മാത്രമല്ല നമ്മൾ കണക്ക് കൂട്ടേണ്ടത്, അതിനുമപ്പുറം 3 ജില്ലകളിൽ ആ പാർട്ടിയുടെ അണികൾ മറ്റ് സീറ്റുകളിൽ എത്ര വോട്ട്, മറ്റ് സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം മുന്നണിയിലെ എത്ര വോട്ടുകൾ കൊടുത്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ കാണുക. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട പാർട്ടി CPI-യേക്കാൾ ഒരു പക്ഷേ വിലമതിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് LDFന്. അവർ മുന്നണി വിട്ടാൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി, അതിൻ്റെ ഒരു ആഘാതം, അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതായിരിക്കും ഞാൻ പറയുക നമ്പർ 1 എഫക്റ്റ്. ഓക്കെ സ്മൃതി, ഇതിനകത്ത് ഈ കണക്കിൽ ഈ സ്ലൈഡ് നോക്കൂ. LDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് തിരിച്ചടി നേരിട്ട LDFന് പരമാവധി കിട്ടാൻ സാധ്യതയുള്ളത് 55 സീറ്റുകൾ വരെയാണ്. പരമാവധി കിട്ടാൻ സാധ്യതയുള്ളത് 55 സീറ്റുകൾ വരെയാണ്. 60 സീറ്റുകൾ വരെ വേണമെങ്കിൽ നമുക്ക് ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ നമ്മൾ കണക്ക് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഒപ്പിച്ചെടുത്താലെത്താം. പക്ഷേ അത് വളരെ സാധ്യത കുറവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൽ മുന്നണികൾ മാറിയാൽ, കേരള കോൺഗ്രസ് മാറിയാൽ, കേരള കോൺഗ്രസിന് മാണി വിഭാഗത്തിന് ഒരൊറ്റ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിലും, നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 5 ഇടങ്ങളിൽ വിജയിച്ച കേരള കോൺഗ്രസ് മാണി 5 ഇടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നിലാവുകയാണ് ഉണ്ടായത്. അതായത് 12 ഇടങ്ങളിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം ലീഡ് നിലയിൽ പിന്നിലായിരുന്നു. എന്നാൽ RJDയുടെ കാര്യം അങ്ങനെയല്ല. RJD കൂത്തുപറമ്പിൽ ലീഡ് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ RJDയുടെ ഒരു വോട്ട് ഈ LDFിന് ചിലപ്പോൾ കിട്ടിയേക്കാം. അതുകൂടി ഒരു പക്ഷേ UDF കൊണ്ടുപോകുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയതനുസരിച്ച് മുന്നണി മാറുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് 80 കിട്ടാവുന്ന UDF 86-ലേക്ക് അവരുടെ സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. 86-ലേക്ക് സീറ്റ് വർദ്ധിപ്പിക്കാം. അതേസമയം LDFന് 58 സീറ്റ് കിട്ടുമായിരുന്നത് 52-ലേക്ക് ഒരുപക്ഷെ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഈ 12 മണ്ഡലങ്ങളുടെയും കണക്കുകൾ വോട്ട് പെർസെൻറ്റേജിൽ നമ്മൾ സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പരമാവധി 52 സീറ്റുകൾ വരെ 52 സീറ്റുകൾ വരെ LDFിന് കിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. അതേസമയം UDFിനാണെങ്കിൽ 80-ൽ നിന്ന്, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗവും RJDയും വരാത്ത സാഹചര്യത്തിലുള്ള 80-ൽ നിന്ന് അവർ മുന്നണിയിലേക്ക് ചേർന്നാൽ 86-ആയിട്ട് ഉയർത്താനും സാധിക്കും. ഈ കണക്ക് യഥാർത്ഥത്തിൽ UDFിനെ പ്രലോഭിപ്പിക്കുന്നില്ലേ? അത് അതേസമയം തന്നെ കേരള കോൺഗ്രസിലും UDFിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ലേ സ്മൃതി? എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ UDFിൽ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്
മധ്യ കേരളത്തിൽ മാത്രം 25 സീറ്റുകൾ നേടും എന്നുള്ളതാണ്. അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗം വന്നാലും ഇല്ലെങ്കിലും മധ്യ കേരളത്തിൽ ആ തരത്തിൽ ഒരു ഫലം പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ UDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്. ഉറപ്പായിട്ടും അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആത്മവിശ്വാസത്തിൽ പറയുന്ന കണക്കാണ്. 25 സീറ്റുകൾ 25 വിജയിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലയിലെ ഒരു ഭാഗം, ഇത്രയും ഭാഗത്ത് ജില്ലാ പഞ്ചായത്തുകൾ എങ്ങനെയാണ് UDFിനൊപ്പം ചേർന്നത് എന്ന് പ്രധാനമായും പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അങ്ങനെ മാറുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാകുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ അണികളാണ്. ഡോക്ടർ അരുൺ, മാണി വിഭാഗത്തിലെ അണികൾ UDFിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ മുന്നണിയായി അവർ UDFിനെ കാണുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് ഉറപ്പായിട്ടും മധ്യ കേരളത്തിൽ LDFിന് ഒരു നേട്ടമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 2021 അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇനി അവരെ സംബന്ധിച്ചോ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ്. വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളതിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വലിയ തിരിച്ചടിയായി എന്നുള്ള മനസ്സിലാക്കലിലേക്ക് അവർക്ക് വന്നിട്ടുണ്ട്. അതായത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മത്സരിച്ചത് 949 വാർഡുകളിലാണ് ജയിച്ചത്. വെറും 246 അത് 2020 356 എന്ന് ഓർക്കണം. ആ തരത്തിൽ അത് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ സമരം, കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ജോസ് കെ മാണി ഇല്ല. ജോസ് കെ മാണി കഴിഞ്ഞ LDF 2 യോഗങ്ങളിലില്ല. ഇന്നിപ്പോൾ വരാതിരുന്നത് ദുബൈയിലാണ് അദ്ദേഹം, ഡൽഹിയിലാണ് അദ്ദേഹം എന്ന് പല നേതാക്കൾ പലതായി പറയുകയാണ്. ഇപ്പോൾ മനസ്സിലാക്കാനാകുന്ന അദ്ദേഹം ദുബൈയിലാണ്, കുടുംബത്തോടൊപ്പമാണ്. എന്തുമാകട്ടെ, പക്ഷേ താൻ ഈ പ്രധാനപ്പെട്ട സമരത്തിനില്ല എന്ന് CPMനെ അറിയിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഈ മുന്നണിയെ അറിയിച്ചിട്ടില്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. ജോസ് കെ മാണി ഇല്ല. ജോസ് കെ മാണി ഇല്ലെങ്കിലും പ്രതിനിധിയായ റോഷി അഗസ്റ്റിനുണ്ട്. പക്ഷേ എന്നാൽ പോലും ജോസ് കെ മാണി നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ ജാഥ നയിക്കേണ്ട ആളാണ്. മധ്യകേരളത്തിൽ ജാഥ നയിക്കാൻ അദ്ദേഹം ഉണ്ടാകും. ഒരുപക്ഷെ ജാഥ നയിക്കാനൊക്കെ ഉണ്ടാകും. ഇനി UDFുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡോക്ടർ അരുൺ, ഇപ്പോൾ മുന്നണിയിലേക്ക് വരാൻ കക്ഷികളെ നിർബന്ധിക്കുക, സമ്മർദ്ദം ചെലുത്തുക, അതൊന്നുമില്ല. പക്ഷേ അവിടെ സഭകൾ എടുക്കുന്ന നിലപാടും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത്. കത്തോലിക്ക സഭ എന്ത് നിലപാടെടുക്കുന്നു, സഭ പറഞ്ഞാൽ അത് അനുസരിക്കേ വഴിയുള്ളൂ എന്ന രൂപത്തിലേക്ക് അത് മാറുമോ? അങ്ങനെ വരുമ്പോൾ ചെയർമാൻ തീരുമാനിക്കട്ടെ എന്ന് പറയുകയും ചെയർമാൻ്റെ തീരുമാനം സഭയുടെ തീരുമാനമായി മാറുകയും ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. ഏതായാലും നിലവിൽ ജയിക്കുന്ന മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ പാലയടക്കമുള്ള സ്ഥലങ്ങളിൽ വന്ന തിരിച്ചടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണിക്ക് മലബാറിലൊരു സീറ്റ് ലഭിക്കുമെന്നുള്ള സൂചനയാണ്. മലബാറിലേക്ക് പോയി അവിടെ മത്സരിച്ച് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോകുമെന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുകയാണ്. ആന്റോ അഗസ്റ്റിൻ, ഈ കണക്കൊന്ന് നോക്കൂ. വളരെ കൗതുകമുള്ളൊരു കണക്ക്. നമ്മൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം കണക്ക് നോക്കിയാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് 45.43% കിട്ടി. അന്ന് 2021 കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രകടനത്തിൽ 3.28ഉം RJDക്ക് 0.93% കിട്ടി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നണി മാറുകയാണെങ്കിൽ 2021 കണക്കനുസരിച്ച് LDFിൻ്റെ വോട്ട് പെർസെൻറ്റേജ് 41.22% കുറയും. നോക്കൂ, പക്ഷേ ഈ കേരള കോൺഗ്രസ് എമ്മും RJDയും രണ്ടുപേരും UDFിലേക്ക് പോയാൽ അതേസമയം 43.68% അവരുടെ പെർസെൻറ്റേജ് കൂടുകയും ചെയ്യും UDFിൻ്റെ. അപ്പോൾ UDFിൻ്റെ വോട്ട് പെർസെൻറ്റ് 2021 കണക്കനുസരിച്ചാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ CPM കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ട് ഉള്ളതുകൊണ്ട് തന്നെ, സീറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ സീറ്റിൻ്റെ എണ്ണത്തിൽ കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോഴേ LDF ആയിരിക്കും ഒഴിച്ച്. ഈ കണക്ക് വളരെ രസകരമാണ്. 41.68% LDFിൻ്റെ വോട്ട് പെർസെൻറ്റേജ് UDFിൻ്റെ വോട്ട് പെർസെൻറ്റേജ് കൂടും. പക്ഷേ ഈ കണക്കിനകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുമുന്നണിയിലെ വോട്ടുകൾ കൂടി കേരള കോൺഗ്രസിന് വീണിട്ടുണ്ട് ഈ വോട്ട് പെർസെൻറ്റേജിൽ. പക്ഷേ ആ കൗതുകരമായ കണക്ക് ഒരു സൂചനയാണ്. കാരണം ഒരു 2%-ൻ്റെയൊക്കെ വ്യത്യാസമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കിട്ടുന്ന 2021 കണക്ക് അനുസരിച്ച് ഒരു 1.6% കണക്ക് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വോട്ട് പെർസെൻറ്റേജാണ്. 1.6% മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ആ പെർസെൻറ്റേജ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ 2% വ്യത്യാസമേ ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ അപ്പോൾ അത് ഒഴിവാക്കാൻ LDFിനും കഴിയില്ല, UDFിനും കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രണ്ട് മുന്നണികളെയും സംബന്ധിച്ച് ഒരു വലിയ ഒരു ജാക്ക്പോട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെരഞ്ഞെടുപ്പിലെ സ്വിംഗ് ഒരു പക്ഷേ നിശ്ചയിച്ചേക്കാവുന്ന ഒരു പാർട്ടിയായിട്ട് മാറുകയാണോ കേരള കോൺഗ്രസ് മാണി?
കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും അധികാരത്തിൽ വരുന്നത്, സി പി എം അധികാരത്തിൽ വരുന്ന സമയത്ത് മധ്യ കേരളത്തിൻ്റെ വോട്ട് കൊണ്ടല്ല സത്യം പറഞ്ഞാൽ സി പി എം അധികാരത്തിൽ വന്നിട്ടുള്ളത്. 99 സീറ്റിലേക്ക് വരുന്ന സമയത്ത് അധികാരത്തിൽ വരുന്നതിനേക്കാൾ അപ്പുറം എത്ര സീറ്റ് കൈവശം വെക്കാം, എത്ര സീറ്റ് കൂടുതൽ കിട്ടും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അധികം സീറ്റിലധികം വേണം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ നിർത്താം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇവർ കേരള കോൺഗ്രസ് എമ്മും ഈ RJDയും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടും എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, വടകര, അതുപോലെ തന്നെ കൂത്തുപറമ്പ്, കൽപ്പറ്റ, ഈ 3 സീറ്റിൽ RJDക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടൊന്നും RJDക്ക് ചെയ്യാനില്ല. കാരണം അടുത്ത കാലത്തൊന്നും RJD എവിടെ ജയിച്ചു വന്നിട്ടില്ല. കാരണം അത് ഇടതുപക്ഷത്തിൻ്റെ ആ സീറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. കാരണം അതുകൊണ്ടാണ് അവിടെ RMP പോലെയുള്ള പാർട്ടി വളരുകയും വളർന്ന് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. കാരണം വടകര കാര്യമായിട്ട് ഒന്നും ഈ പറഞ്ഞ RJDക്ക് ചെയ്യാനില്ല. രണ്ടാമത് കൽപ്പറ്റ ഇതുപോലെ തന്നെയാണ്. കൽപ്പറ്റയിൽ അവിടെയൊന്നും കടകൾ പോലും ഇല്ല. കാരണം അവിടെയും ഈ RJDക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് കൂത്തുപറമ്പ് മാത്രമാണ്. കൂത്തുപറമ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. ആ കോട്ടയിൽ ചെറിയ വ്യത്യാസം, എല്ലാ പ്രാവശ്യം തരംഗം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ്, അത് കോൺഗ്രസ് തരംഗം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് കൂത്തുപറമ്പ് RJD ജയിച്ചു വരുന്നത്. കാരണം മുൻപ് KP മോഹനൻ മന്ത്രിയായിരുന്ന സമയത്ത് മാത്രമാണ്. അതിനുശേഷം മുഴുവൻ KP മോഹനൻ അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് ജയിച്ചു വന്ന മണ്ഡലം. അവിടെയും കാര്യമായിട്ട് ഈ 3 മണ്ഡലങ്ങളിലാണല്ലോ RJDക്ക് സ്വാധീനം ഉള്ളത്. ഈ 3 മണ്ഡലങ്ങളിൽ നിന്ന് RJD മാറി എന്നാൽ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു 10-15, കാരണം നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ നോക്കിയപ്പോൾ ആകെ 69 മെമ്പർമാരെയാണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ആ 69 മെമ്പർമാരെ എങ്ങനെയാണ് അവർ ഒറ്റയ്ക്ക് നിന്നിട്ടല്ലല്ലോ മത്സരിക്കുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് 69 മെമ്പർമാരെ കിട്ടി. അപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് മലബാറിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ മധ്യ തിരുവിതാംകൂറിൽ എന്ത് സംഭവിക്കും, ഈ ജോസ് കെ മാണി കൂടെ വന്നാൽ എത്ര സീറ്റ് കിട്ടിയെന്നുള്ളത്. ജോസ് കെ മാണിക്ക് ഈ മധ്യ തിരുവിതാംകൂറിൽ ആകെ 2 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി കിട്ടിയത് 3 സീറ്റ് മധ്യ പുറത്താണ്, പത്തനംതിട്ടയാണ്, ഒന്ന് പിന്നെ ഇങ്ങോട്ടാണ് തൃശ്ശൂരിലേക്കാണ്. അപ്പോൾ കോട്ടയത്ത് എത്ര സീറ്റ് കിട്ടി, ഇടുക്കിയിൽ എത്ര സീറ്റ്, അപ്പോൾ ഇടുക്കിയിൽ ഒരു സീറ്റ് കിട്ടി, കോട്ടയത്ത് ഒരു സീറ്റ് കിട്ടി, പത്തനംതിട്ട ഒരു സീറ്റ് കിട്ടി, പിന്നെ തൃശ്ശൂരിലൊരു സീറ്റ് കിട്ടി. ഇതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ജിമ്മി സാർ നേരത്തെ പറഞ്ഞൊരു പെർസെപ്ഷൻ ഉണ്ടാക്കാം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇവർ മുന്നണിയിലേക്ക് വന്നതുകൊണ്ട് അധികം വോട്ട് വ്യത്യാസം കാരണം അത് ട്രെൻഡിനെ അനുസരിച്ചിരിക്കും. ട്രെൻഡ് UDFന് അനുകൂലമാണെങ്കിൽ ഈ എന്താണ് കേരള കോൺഗ്രസ് എമ്മിനും RJDക്കും UDFന് അനുകൂലമായിട്ട് നിൽക്കും. അല്ല, ട്രെൻഡ് LDFന് അനുകൂലമാണെങ്കിൽ ആ ട്രെൻഡിനനുസരിച്ച് അവിടെ വിജയിക്കും എന്നുള്ളതിനേക്കാൾ അപ്പുറം വലിയ രീതിയിൽ ഒരു വോട്ട് പെർസെൻറ്റേജ് മാറ്റം ഉണ്ടാക്കാം. ഞാൻ ഉദാഹരണം പറയട്ടെ, ഇപ്പം പാല ജയിക്കുന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആന്റോഗേഷൻ നോക്കൂ, ആകെ ഈ തദ്ദേശത്തിൻ്റെ കണക്ക് നമുക്കെടുക്കാം. 2025 ഏറ്റവും മോശം പെർഫോമൻസ് അപ്പോഴായിരുന്നല്ലോ. അപ്പോൾ RJDക്ക് 0.72% ഉള്ളൂ, 0.72% ഉള്ളൂ. നമ്മൾ കേരള കോൺഗ്രസ് മാണിയുടെ നോക്കൂ, 1.62% ഉള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ അതിൻ്റെ അകത്ത് ഇത് മാറ്റി നിർത്തിയാൽ മതി. നമ്മുടെ ഈ പിന്നെ LDFനുള്ള വോട്ട്, ഏത് CPMൻ്റെയും CPIൻ്റെയും വോട്ട് മാറ്റി നിർത്തുക, കോൺഗ്രസിൻ്റെ വോട്ട് അത് മാറ്റി നിർത്തി എത്ര ഉണ്ടാവും. അതാണ് അതിനകത്തൊരു പോയിന്റ്. കറക്റ്റ്. ഇക്കുറി മുന്നണി സമവാക്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി നമുക്ക് 27 മിനിറ്റേ ഉള്ളൂ. നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് ചർച്ച ഓരോരുത്തർക്കും അവസാനിപ്പിക്കാം. സമവാക്യങ്ങൾ മാറാൻ സാധ്യതയുണ്ടോ ഈ കണക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ? കണക്കുകൾ എന്നുള്ളതല്ല, ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊക്കെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് കാണുന്നില്ല. അത് ഈ പറഞ്ഞ സമവാക്യങ്ങൾ മാറുന്ന രൂപത്തിൽ കേരള കോൺഗ്രസിൻ്റെയൊക്കെ മനസ്സ് മാറുന്ന സാഹചര്യം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് തൊട്ടേ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശത്തിലല്ല, ഉപതെരഞ്ഞെടുപ്പ് തൊട്ടേ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ പോകില്ല എന്ന സാധ്യതയും അവിടെ നിൽക്കുന്നു. ഇപ്പോൾ പോകുമെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ യോഗം നടന്നിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗം റോഷി അഗസ്റ്റിൻ്റെ വീട്ടിൽ നടന്നപ്പോൾ അവിടെ കൂടുതൽ നേതാക്കളും UDFിലേക്ക് പോകേണ്ടതുണ്ട് എന്ന അഭിപ്രായം പറയുന്നു. അത് പിന്നീട് ചർച്ചയാക്കാമെന്ന് പറയുന്നു. പിന്നീട് ആലോചിക്കാം. ഇപ്പോൾ എന്ത് പറഞ്ഞു മാറും എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം എന്ത് പറഞ്ഞാണ് മാറുക, ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്ന 13 13 അല്ല 15 ചോദിച്ചാലും ചിലപ്പോൾ LDF കൊടുത്തെന്നിരിക്കും. അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞു മാറുന്നുള്ള വിഷയം നിൽക്കും. പക്ഷേ ഈ പറഞ്ഞ സഭയുടെ സമ്മർദ്ദം അവിടെ നിൽക്കുന്നു. സഭകളുമായി, അല്ലെങ്കിൽ കത്തോലിക്ക സഭ മാത്രമല്ല വിവിധ സഭകളുമായിട്ടൊക്കെ ഇപ്പോൾ UDF ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആ രൂപത്തിൽ അത് നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സിനഡ് പരിപാടിയിൽ ഒരിക്കലും പുറത്തുനിന്ന് ഒരാളെ കയറ്റില്ല. അവിടെ പ്രതിപക്ഷ നേതാവ് പോയത് കയറി ചെന്നതല്ല, അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ചില സൂചനകളുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ ആ രൂപത്തിൽ അവിടെ നിൽക്കുന്നു. ഇനി RJDയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ MP ശ്രേയാംസ് കുമാറിന് ഒരു സുരക്ഷിതമായ സീറ്റ് എന്നുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൽപ്പറ്റയിൽ അദ്ദേഹം പരാജയപ്പെട്ടതാണ്. ഈ കൂത്തുപറമ്പ് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവർക്കും വിജയിക്കാനാവുന്ന 2 സീറ്റ് നൽകുകയാണെങ്കിൽ 3 നേരത്തെ കൊടുത്തിരുന്നത്, കൂടുതൽ ആവശ്യപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ നാദാപുരം എന്നൊരു
ആഗ്രഹം മുന്നോട്ട് വെച്ചതായി കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ അത് കൊടുക്കാനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ മുന്നണിയിലേക്ക് മാറുക. ഇന്നിപ്പോൾ എൻ്റെ ചർച്ചയിൽ വർഗീസ് ജോർജ് സംസാരിക്കുമ്പോൾ LDFുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുക്കുന്ന CPMന്റെ നിലപാടുകളെ ശക്തിയുക്തം LDFിൽ പ്രതികരിച്ചിട്ടുള്ളതാണ്, പുറത്തും പ്രതികരിക്കുന്നുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അത് BJPക്കാണ് സഹായകരമാകുക എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളായി എടുത്തു പറയുന്നു. ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ LDFിൽ അവരാഗ്രഹിച്ച ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല, അവർ നിരാശരാണ് എന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. അപ്പോൾ RJയുടെ കാര്യത്തിൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. കേരള കോൺഗ്രസ് മാണി വിഭാഗം അറിയില്ല. കോൺഗ്രസ് ഇനിയിപ്പോൾ അങ്ങോട്ട് വല്ലാതെ ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യം അവരെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അവർക്ക് ആത്മവിശ്വാസം കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയും കുറവാണ്. പക്ഷെ ചർച്ചകൾ നടക്കുന്നുണ്ട്. സമവാക്യങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വളരെ രസകരമായ ചില ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ വിഷയത്തിന്മേൽ സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും ചേർന്ന് ഡൽഹിയിൽ സംഘടിപ്പിച്ച സമരത്തിന് സമാനമായ രീതിയിൽ അതിൻ്റെ തുടർച്ചയെന്ന വണ്ണമാണ് ഇന്ന് തലസ്ഥാനത്ത് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. അതിൽ ഇടതുമുന്നണിയിലെ മൂന്നാമനായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാൻ ഇല്ല. ആ സമയത്ത് അദ്ദേഹം കുടുംബസമേതം പുറത്താണ്. ശ്രേയംസ് കുമാർ അവിടെ എത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ നിന്ന് എഡിറ്റോറിയലൊക്കെ ഉണ്ട്, പക്ഷേ ശ്രേയംസ് കുമാർ അവിടെയില്ല. അപ്പോൾ സ്വാഭാവികമായി സംശയമുണ്ടാവും, ഇതൊരു മുന്നണി മാറ്റത്തിന്റെ സൂചനയാണോ? മുന്നണി മാറാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളുള്ള ഒരു സമയം. ഭരിക്കുന്ന മുന്നണി തദ്ദേശത്തിൽ വാഷ് ഔട്ടായി എന്ന് പലരും കരുതുന്നു. പല ജില്ലകളിലും അത് സത്യവുമാണ്, പല ജില്ലകളിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് ആകുമ്പോൾ കുറച്ചുകൂടി ഗൗരവമായി കാണും. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അതാണ്. കേരള കോൺഗ്രസ് KM മാണി ഇതിനു മുമ്പ് LDFിൻ്റെ ഭാഗമായിരുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതായത് 1980 EK നായനാർ സർക്കാരിൻ്റെ കാലത്താണ്. അവിടെ നിന്ന് 2 വർഷം കഴിയുമ്പോൾ ആൻ്റണി കോൺഗ്രസും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മും ഒറ്റയടിക്ക് തിരിച്ചു UDFിലേക്ക് വരുന്നു. സർക്കാർ താഴെ പോകുന്നു. അതാണ് ആദ്യത്തെ. ഒരു കാര്യവുമില്ല, സർക്കാരുമായിട്ടുള്ള സത്യത്തിൽ ആൻ്റണി കോൺഗ്രസിനും അതുപോലെ തന്നെ CPI-എമ്മിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അത് ഒറ്റയടിക്ക് താഴോട്ട് പോകുന്നു. അതാണ് ഒന്നാമത്തെ ചരിത്രം. അത് കഴിഞ്ഞ് ജോസഫ് ഗ്രൂപ്പ് പിന്നെ LDFിൻ്റെ ഭാഗമാകുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. ആ ജോസഫ് ഗ്രൂപ്പ് 2010 തദ്ദേശത്തിന് തൊട്ട് മുമ്പ് LDFിനെ വിട്ട് UDFിൽ പോകുന്നതും ഇതുപോലെ അപ്രതീക്ഷിതമായ ഒരു ദിവസമാണ്. എനിക്ക് നല്ല ഓർമ്മയാണ്, തദ്ദേശത്തിന് തൊട്ട് മുമ്പാണെന്നാണ് ആ സമയത്തെ പ്രഖ്യാപനം. എന്താ കാരണം? അത് ഇങ്ങനെ സഭ മറ്റൊരു വർഷം വന്നിട്ട് പെട്ടെന്നൊരു ദിവസം ജോസഫ് ഗ്രൂപ്പ് മുന്നണി മാറുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും 2020 ആകുമ്പോൾ KM മാണി മരിച്ച ശേഷം പാർട്ടിക്കകത്ത് ജോസഫ് വിഭാഗവും മാണി വിഭാഗവും അവശേഷിക്കുന്ന മാണി വിഭാഗവും തമ്മിലുള്ള വലിയ തർക്കം. ആ തർക്കത്തിൻ്റെ അവസാനം സത്യത്തിൽ മാണി ഗ്രൂപ്പ് LDFിലേക്ക് ചേരുകയായിരുന്നില്ല, അവരെ UDFിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അത് കോട്ടയത്തെ ജില്ലാ കമ്മിറ്റി സ്ഥാനം ആർക്ക് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഒരു ടേം കഴിയുമ്പോൾ മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അത് മാറാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി ജോസഫ് വിഭാഗം പിണങ്ങുന്നു. ആ തർക്കം അങ്ങനെ നിൽക്കുന്നു. അവസാനം UDF ഒരു തീരുമാനമെടുക്കുന്നു, മാണി ഗ്രൂപ്പിനെ തള്ളാനും ജോസഫിനെ കൂടെ കൂട്ടാനും. അങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിൻ്റെ നിന്നും ഇറങ്ങി LDFിൻ്റെ ഭാഗമാകുന്നത്. ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് അങ്ങനെ വളരെ വലിയ കാരണമൊന്നും ഇല്ലാതെ LDFിൽ നിന്ന് UDFിലേക്കും UDFിൽ നിന്ന് LDFിലേക്കും പോയ ഒരു ചരിത്രം കേരള കോൺഗ്രസുകൾക്കുണ്ട്. 17-18 പിളർപ്പുകളൊക്കെ ആയ സ്ഥിതിക്ക് ഇനി വേണമെങ്കിൽ ഒന്ന് പിളർന്നിട്ട് വരാനുള്ള സാഹചര്യത്തിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ എന്ത് കാരണം പറയും? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ എന്ത് പറയും? ഇപ്പോൾ വന്യജീവി പ്രശ്നമായാലും അതുപോലെ തന്നെ പട്ടയത്തിൻ്റെ പ്രശ്നമായാലും ആ കാര്യങ്ങളൊക്കെ കേരള കോൺഗ്രസ് പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂലമായ നിലപാട് എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല സീറ്റുകളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ കാര്യത്തിൽ ഇതിലൊക്കെ 10 ചോദിച്ചാൽ 11, 11 ചോദിച്ചാൽ 12 ആ രീതിയിലാണ് കേരള കോൺഗ്രസ് എമ്മിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു കാരണം എങ്ങനെ ഉണ്ടാകും? കാരണം എന്താ നോക്കൂ, JB കോശി റിപ്പോർട്ടിനെ കുറിച്ച് ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണെന്ന് സർക്കാർ പറയുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ പിന്നിൽ നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ഒരു കാരണവും വന്നു. നിങ്ങൾ വെറുതെ ഡയലോഗ് അടിച്ചാൽ പോരാ, നിങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായി ഇതുവരെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറയണം. കാരണം നമ്പർ 1 കാരണം കിട്ടിയേ. അപ്പോൾ നോക്കൂ, അണിയറയിൽ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്ന് വർഗീസ് ജോർജ് സാർ വന്ന് ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഒന്ന് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ ആക്രമിക്കുന്നത് വളരെ വലിയ ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. ഇത് മാത്രമല്ല അദ്ദേഹം LDFിനകത്ത് നടന്ന ചർച്ചയുടെ വിശദാംശങ്ങളും ഇന്ന് പുറത്തു പറഞ്ഞു. എന്നിട്ട് മുന്നണി ഇങ്ങനെ പോയാൽ പോരാ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വളരെ ചെറിയ മിനിസ്കൂളായ ഒരു സംവിധാനത്തെ പുലഭ്യം പറഞ്ഞ് നിങ്ങൾ BJPയെ സഹായിക്കുകയാണെന്ന് പരസ്യമായി പറഞ്ഞു. ഏതാ? LDFിൻ്റെ ഒരു പാർട്ടിയിൽ LDFിൻ്റെ മുന്നണി യോഗത്തിൽ പോകുന്ന നേതാവാണെന്ന് പറഞ്ഞത്. അപ്പോൾ 2 കൂട്ടരും കാരണങ്ങൾ ഏതാണ്ട് അണിയറയിൽ ഒരുക്കുകയും
പരസ്യമായി പറഞ്ഞു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇവർ പോകുമെന്നോ പോകില്ല എന്നോ അല്ല. പക്ഷേ സാഹചര്യങ്ങൾ രണ്ടുപേരും ഒരുക്കിക്കൊണ്ട് വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. രണ്ടാമത്തേത്, ജോസ് കെ മാണി ഇന്നത്തെ LDF സർക്കാരിൻ്റെയും LDF മുന്നണിയുടെയും സമരത്തിൽ പങ്കെടുത്തില്ല എന്നത് മാത്രമല്ല, കഴിഞ്ഞ 2 LDF യോഗങ്ങളിൽ അദ്ദേഹം വരുന്നില്ല. ഇന്ന് അദ്ദേഹം വരാത്തതിന് കാരണമായി പറയുന്നത് അദ്ദേഹം ഗൾഫിലാണെന്നാണ്. ഗൾഫ് അങ്ങ് അമേരിക്കയൊന്നുമല്ല, 1.5 മണിക്കൂറിന് ഇവിടെ എത്താം. ജോസ് കെ മാണി കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഗൾഫിലേക്ക് പോയത്. 3 ദിവസം മുമ്പ് VD സതീശനും പോയല്ലോ ഇതേ സ്ഥലത്ത്. അദ്ദേഹം വന്നു. അദ്ദേഹം ഇന്ന് ഈ സർക്കാരിനെതിരെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്ക് ഗൾഫിൽ പോകാം. ഒരാൾ ഇവിടെ വന്ന് സർക്കാരിനെതിരെ പറഞ്ഞു. ജോസ് കെ മാണി ഇപ്പോഴും ഗൾഫിലാണ്. അതുകൊണ്ട് അതൊരു കാരണമായി കരുതുന്നില്ല. പക്ഷേ ഷോ ഡൗൺ വരാൻ പോകുന്നത് അടുത്ത മാസം നടക്കാൻ പോകുന്ന മേഖലാ ജാഥകളാണ് LDFൻ്റെ. അതിലൊരു ജാഥയെ നയിക്കേണ്ടത് ജോസ് കെ മാണിയാണ്. അവിടെ എന്ത് ചെയ്യും? അപ്പോൾ വളരെ പ്ലാൻ ചെയ്ത് അദ്ദേഹം പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്ന്, പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഒരു പക്ഷേ ഇതിന് ടൈം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി ഒരു കാര്യവും കൂടി, ഇതിനൊക്കെ പിന്നിലുള്ള എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ തോൽവിയുടെ ഒരു പേടിയുണ്ട്. കേരള കോൺഗ്രസ് ചെറിയ പാർട്ടികൾക്കെല്ലാം അങ്ങനെ മുന്നണി മാറുന്നതിന് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതോടൊപ്പം കത്തോലിക്ക സഭ വളരെ സീരിയസ് ആയി ഈ കാര്യത്തിൽ UDFൻ്റെ കൂടെ കൂടണമെന്ന നിർദ്ദേശം വെച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് UDF പ്രതിപക്ഷ നേതാവ് VD സതീശന് വളരെ സ്മൂത്തായി കത്തോലിക്ക സഭയുടെ സിനഡ് നടക്കുന്ന സ്ഥലത്ത് കടന്നു ചെല്ലാനും സംസാരിക്കാനും അത് വാർത്തയാക്കാനും, അവർ തന്നെ വാർത്തയാക്കിയത്, 2 കൂട്ടരും കൺഫേം ചെയ്തു ആ വാർത്ത വരികയാണ്. അപ്പോൾ കളമൊരുങ്ങുകയാണ്. കത്തോലിക്ക സഭയുടെ ഒരു നിർബന്ധമോ ഒരു താല്പര്യമോ ഉണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട്. പിന്നെ കാരണമാണ്, ആ കാരണത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നടന്നുകൊള്ളണമെന്നില്ല, പക്ഷേ സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുന്നു. അനുകൂലമായ ഒരു തള്ളുകൂടി കിട്ടിയാൽ വേണമെങ്കിൽ ഇത് രണ്ടും ഇപ്പുറത്തേക്ക് വരാം. റൈറ്റ്. ആന്റോ അഗസ്റ്റിൻ, വിഷയങ്ങളാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. എന്തു പറഞ്ഞ് മുന്നണി വിടും എന്നുള്ളതാണ് ചോദ്യം. ഭരണവിരുദ്ധ വികാരം എന്നുള്ള UDFൻ്റെ നെറേറ്റീവിനോട് നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം യോജിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ വർഗീസ് ജോർജ് പറഞ്ഞതനുസരിച്ച് LDFൽ ആശയപരമായിട്ടുള്ള ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു. ചില കാര്യങ്ങൾ LDF ചെയ്യുന്നത്, ഈ സർക്കാർ ചെയ്യുന്നത് ശരിയല്ല, CPM ചെയ്യുന്നത് ശരിയല്ല എന്നത് പരോക്ഷമായിട്ടല്ല, ഇപ്പോൾ ഇത് പ്രത്യക്ഷമായി തന്നെ വർഗീസ് ജോർജ് ഉന്നയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു കാരണത്തിന് പുറത്തിറങ്ങി പോരാൻ പറ്റുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒരു കാരണമില്ല എന്നുള്ളതൊന്ന്. പിന്നെ മറ്റൊന്ന്, ഇനി തൊട്ടു മുന്നിൽ ആകെ അവശേഷിക്കുന്ന 90 ദിവസത്തിൽ താഴെയാണ്. ഇതിനിടയിൽ ഒരു മുന്നണി മാറ്റം എന്ന് പറഞ്ഞാൽ നിലവിൽ UDFനുള്ളിൽ അസംതൃപ്തി ഉണ്ടാക്കില്ലേ എന്നുള്ള ചോദ്യവും ബാക്കിയില്ലേ? എങ്ങനെയാണ് സമവാക്യങ്ങൾ മാറുമോ? സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. ഞാനൊരു പത്രസമ്മേളനം ഓർക്കായിരുന്നു. ഈ കേരള കോൺഗ്രസ് എമ്മിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ബെന്നി ബെഹനാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം റോഷിയാസ് എന്ന് പറയുന്ന ഒരു പത്രക്കാരെ കാണുന്നത് വളരെ കരഞ്ഞ പോലെയുള്ളൊരു പത്രസമ്മേളനമായിരുന്നു. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ പുറത്താക്കിയത് എന്നുള്ളൊരു നിലയിലായിരുന്നു അത്. പക്ഷെ അവിടുന്ന് ഒരു മാറ്റം ഉണ്ടായത് എങ്ങനെയായിരുന്നു അറിയാം? അവിടുന്ന് ഒരു മാറ്റം ഉണ്ടായത് 10 സീറ്റിൽ മത്സരിച്ചവർ ജോസഫും മാണിയും കൂടെ ഒന്നിച്ച് മത്സരിച്ച് 10 സീറ്റ് മത്സരിച്ചിട്ട് കൊടുത്തത് മാണിക്ക് മാത്രം 13 സീറ്റ് കൊടുത്തു LDF. അതിൽ ഒരെണ്ണം അവർ ഒഴിവാക്കി 12 സീറ്റിൽ മത്സരിച്ചു. ജോസഫിന് 10 സീറ്റും കിട്ടി. അപ്പോൾ കേരള കോൺഗ്രസ് ശരിക്കും 23 സീറ്റിൽ മത്സരിക്കേണ്ടായിരുന്നു, 22 സീറ്റിൽ മത്സരിച്ചു. 2 ജോസഫും മാണിയും കൂടെ മത്സരിച്ചു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു അറിയോ? ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ജോസഫ് മറ്റുള്ള പാർട്ടികൾ പോലെയല്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അധികാരമില്ലാതെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. അന്ന് ജോസഫിൻ്റെ കൂടെ മാണിയും ജോസഫ് ഒന്നിച്ച് നിന്നാണ്ട് ഈ പരാജയം ഏറ്റുവാങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അതിൻ്റെ അത് ഏതെങ്കിലും ഒരു പാർട്ടി LDFൻ്റെ ഭാഗം ആയേനെ. ഇതിന് ഇത്രയും സമയം വേണ്ടി വരില്ലായിരുന്നു. ഒന്നിന് ജോസഫ് പോയേനെ, മാണി പോകാൻ സാധ്യതയായിരുന്നു, പക്ഷേ ജോസഫ് അങ്ങോട്ട് പോയേനെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ജോസ് കെ മാണി പാലയിൽ തോറ്റപ്പോൾ ഏത് രാജ്യസഭാ സീറ്റാണ് കൊടുത്തതെന്നറിയോ? CPMൻ്റെ രാജ്യസഭാ സീറ്റ് കൊടുത്തു. 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം CPIൻ്റെ ആയിരുന്നു, ഒരെണ്ണം CPMൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളടക്കം ചർച്ച ചെയ്തത് CPMൻ്റെ സീറ്റ് CPM കൈവശം വെക്കുകയും CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും 2.5 വർഷം വീതിക്കാം എന്നുള്ള സംവിധാനം ഉണ്ടാക്കും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്താ സംഭവിച്ചത്? അവരുടെ മെയിൻ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് CPM തന്നെ അവരുടെ സ്വന്തം സീറ്റ് എടുത്ത് ജോസ് കെ മാണിക്ക് കൊടുത്തു. ജോസ് കെ മാണി ഇന്ന് മറ്റുള്ള മുന്നിൽ തലയുയർത്തി നിന്ന് എന്തുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് CPM കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്ത രാജ്യസഭാ സീറ്റ് കൊണ്ടാണ്. അപ്പം അതുമാത്രമല്ല, ജോസ് കെ മാണി ഈ പാലയിൽ ജയിച്ചിരുന്നെങ്കിൽ ജോസ് കെ മാണി തന്നെയായിരുന്നു മന്ത്രി. അതുമാത്രമല്ല, റോഷിയാസിന് ജയിച്ചിരുന്നെങ്കിൽ റോഷിയാസിന് മന്ത്രിയായേനെ. പക്ഷേ എന്ത് സംഭവിച്ചു? ഒരാൾ മാത്രം 5 സീറ്റിൽ മത്സരിച്ചത് കൊണ്ടാണ് ഒരു സീറ്റ്. 5 സീറ്റിൽ അധികം മത്സരിച്ചവർക്കെല്ലാം 2 മന്ത്രിമാരെ കൊടുത്തിരുന്നു ഈ LDF സർക്കാർ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ കേരള കോൺഗ്രസ്സിന് കൊടുക്കാവുന്നത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, കേരള കോൺഗ്രസ് പറഞ്ഞ ഏത് കാര്യമാണ് ഞാൻ പറയുന്നത്? മലയോര ജനങ്ങളുടെ വന്യമൃഗ ശല്യമാണ്, ബില്ല് പാസ്സാക്കണം എന്ന് പറഞ്ഞു.
ബില്ല് പാസ്സാക്കിയില്ലേ, പട്ടയം കൊടുക്കുന്ന ബില്ല് പാസ്സാക്കണം എന്ന് പറഞ്ഞു, അത് പാസ്സാക്കി. അപ്പോൾ കേരള കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങളല്ല. പിന്നെ ഞാൻ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു കേരള കോൺഗ്രസിനെ പരിഗണിച്ച ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് LDF സർക്കാരിൻ്റെ ഗവൺമെൻറ്റാണ്. UDF സർക്കാർ അങ്ങനെ പരിഗണനയൊന്നും കിട്ടാറില്ല. കാരണം 500 ഘടകകക്ഷിയായിരിക്കും. പിന്നെ ലീഗ് ഉണ്ടാവും, കേരള എം ഉണ്ടാവും, ജോസഫ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് RJD ഉണ്ടാവും, കുറേ പാർട്ടികളുണ്ടാവും. ഞാനിപ്പോൾ നോക്കുമായിരുന്നു, 9 ഘടകകക്ഷിയുണ്ട്. ഈ 9 ഘടകകക്ഷികളുടെ എല്ലാവരുടെയും എടുത്ത് വെച്ചിട്ട് വളരെ മൈന്യൂട്ട്, അതിനിടയ്ക്ക് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വേറെ ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ജോസ് കെ മാണിക്ക് പിണറായി വിജയൻ തന്നെ നേരിട്ട് ഒരു പരിഗണന കൊടുത്തു പോന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സംവിധാനങ്ങളെയും മുന്നിൽ നിർത്തുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതൊക്കെ വെച്ചിട്ട് കൊടുത്തു പോകുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ് കൊടുത്തു പോകുന്നത്? പിണറായി വിജയൻ ആവശ്യമായി ജോസ് കെ മാണിനെ പോയി പിടിച്ചുകൊണ്ട് വന്നല്ല കേട്ടോ. UDF നിന്ന് പുറത്താക്കിയ ജോസ് കെ മാണിക്ക് സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ അഭയം കൊടുത്തു വേണമെങ്കിൽ പറയാം. അത് ഇവർക്ക് കൂടെ ഗുണമായി എന്നുള്ളത്. രാഷ്ട്രീയ അഭയം കൊടുത്ത പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് എം മറക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് ഈ മുന്നണി മാറ്റം നടക്കുമോ നടക്കില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഈ ചർച്ച നടക്കാനുള്ള ഒരു കാരണം അതാണ്. ഞാൻ പറയുന്നത് അന്നത്തെ ഒരു ബൈറ്റ് ജോസ് കെ, ഈ റോഷി അഗസ്റ്റിൻ്റെ ഒരു ബൈറ്റ് എടുത്ത് ഇപ്പോൾ വെറുതെ ഒന്ന് കണ്ടാൽ മതി, അത് മനസ്സിലാവും അന്നത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അതെന്താ എനിക്ക് അറിയാൻ കാരണം എന്നറിയോ, ഈ KM മാണി മരിച്ചതോട് കൂടിയിട്ട് കേരള കോൺഗ്രസിലെ നയിക്കാൻ വേണ്ടിയിട്ട് ജോസ് കെ മാണിക്ക് അതിന് ചെയർമാനാവാനുള്ള ഒരു കപ്പാസിറ്റിയും ജോസ് കെ മാണിക്ക് ഇല്ല എന്ന് പറഞ്ഞ് പരത്തി നിൽക്കുന്ന സമയത്താണ് ഇവരെ പുറത്താക്കുന്നത്. കാരണം അവരെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സ്ഥലത്തു നിന്നാണ് അവരെ പുറത്താക്കുന്നത്. കൂടെ നിർത്തി അത് സ്നേഹിച്ചു കൊടുക്കണം. കുഞ്ഞുമാണി പിന്നെ കുഞ്ഞാപ്പ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിന്ന KM മാണി മരിച്ച സമയത്ത് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ഇപ്പോഴും കേരള കോൺഗ്രസ് എമ്മിന് ബാധ്യതയുണ്ടെങ്കിൽ ഒരേ ഇലക്ഷനിൽ തോറ്റാലും ജയിച്ചാലും ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുത്ത് രാഷ്ട്രീയ നിലപാടാണ് എന്ന് പറഞ്ഞ് നിൽക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പിന്നെ RJDൻ്റെ കാര്യം. മലബാറിൽ RJDനെ കൊണ്ട് LDF ഒരു ഗുണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ മാതൃഭൂമി പത്രം കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ ഒരു ഗുണവും ആ സംവിധാനത്തിൻ്റെ ഭാഗമായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ആ സീറ്റ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് കൽപ്പറ്റ സീറ്റാണെങ്കിലും പിന്നെ വടകര സീറ്റാണെങ്കിലും പിന്നെ അതുപോലെ കൂത്തുപറമ്പ് സീറ്റാണെങ്കിലും, ഈ കൂത്തുപറമ്പ് സീറ്റ്, ഈ 3 സീറ്റിൻ്റെ അകത്തും ഇടതുപക്ഷത്തിന് നല്ല കാൻഡിഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ജയിച്ച് കയറാവുന്ന കാര്യമുള്ളൂ. അവിടെ വലിയ മാറ്റം ഉണ്ടാകും. അവിടെയും ആ രീതിയിലൊരു പെർസെപ്ഷൻ ഉണ്ടാവും പോലും. അതുകൊണ്ടാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിനെയൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കാൻ ഇറങ്ങുന്നത്. കാരണം എന്താണ്, അവിടുത്തെ വോട്ട് ഷെയർ വളരെ മൈന്യൂട്ടാണ്. കാരണം അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ട് എന്ന് പറഞ്ഞാൽ 5000 താഴെയോ അല്ലെങ്കിൽ 4000 താഴെ വോട്ട് മാത്രമാണ് ഈ പറയുന്ന 3 മണ്ഡലങ്ങളുള്ളത്. ആ 3 മണ്ഡലത്തിനും 4000 താഴെ വോട്ടിനെ ഭയപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് RJD മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പിന്നെ RJD പോയി എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിലപ്പം ഒറ്റ കാര്യമുള്ളൂ. അപ്പം ശ്രേയംസ് കുമാറിന് ഒരു രാജ്യസഭ, കാരണം കൽപ്പറ്റ മണ്ഡലത്തിൽ ജയിച്ച് കയറാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ ഈ ശ്രേയംസ് കുമാറിന് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഓക്കെ ആവും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. KP മോഹൻ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ അതും ഓക്കെയാണ്. കാരണം അവിടെ ഇപ്പം KP മോഹനെ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ജയിച്ച് കയറാം എന്നൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ജയിച്ച് കയറാമെന്ന് RJDക്ക് അറിയാവുന്നതുകൊണ്ട് അത്. അപ്പോൾ ഈ ഒരു രാജ്യസഭാ സീറ്റിൻ്റെ വ്യത്യാസം മാത്രം കോൺഗ്രസ് ഓഫർ ചെയ്താൽ തന്നെ വലിയ മാറ്റമൊന്നുണ്ട്. കാരണം അവിടെ വേറൊരു നേതാക്കന്മാർ വന്ന് മത്സരിക്കും. ചന്ദ്രനാണ് പിന്നെ വടകര മത്സരിക്കാനുള്ളത്. അവർ എത്രയോ പ്രാവശ്യങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആ സൈറ്റും അങ്ങനെ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം RJDനെ സംബന്ധിച്ചിടത്തോളം വലിയ LDF വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ അത് ഒന്നോ പോയോ എന്നുള്ളതിനേക്കാൾ അപ്പുറം. പക്ഷേ അങ്ങനെ അവരും ഒരു ഡിസിഷൻ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്, അവർക്കും ജയിച്ച് കയറാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൽപ്പറ്റ വിട്ടുകൊടുക്കണം, സിദ്ദിഖിനെ മാറ്റിയിട്ട് വേണ്ട കൽപ്പറ്റ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. അതത്ര എളുപ്പമാവുമോ? അപ്പോൾ അതും അത്ര എളുപ്പമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ കേരള കോൺഗ്രസിൻ്റെ കുത്തക സീറ്റിലാണ് ആര് ജയിച്ച് കയറിയിട്ടുള്ളത്? ജോസ് കെ മാണി ജയിച്ച് കയറിയിട്ടുള്ളത്. ആ സീറ്റിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ വർഷം മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം ഇലക്ഷൻ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ആ സീറ്റ് പിടിച്ചെടുത്തിട്ട് വേണം ആർക്ക് കൊടുക്കാൻ? ജോസ് കെ മാണിക്ക് കൊടുക്കാൻ. നമ്മൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിലും അത്ര ഈസിയായ ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷനിൽ ജോസ് കെ മാണിനെ ആണെങ്കിലും RJDയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ജോസ് കെ മാണിനെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അത് അത്ര ഈസിയാക്കാൻ. അത് മാത്രമല്ല, ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ സഭ പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് പോകാൻ പറയില്ല. സഭ പറഞ്ഞതായിരുന്നല്ലോ ജോസ് കെ മാണിനെ UDFൻ്റെ കൂടെ നിർത്താൻ, പുറത്താക്കരുത് ഈ സഭ പറഞ്ഞതാ. UDF കേട്ടായിരുന്നോ? എടുത്ത് വെള്ളം കളഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ സഭ പറഞ്ഞുകൊണ്ട് എടുത്ത് ഉള്ളിൽ വെക്കാം എന്നുള്ള നിലയിലൊന്നും അല്ല സംവിധാനം. ഇനിയിപ്പോൾ എത്ര കക്ഷി, ഇനിയിപ്പോൾ ഒരു 75 സീറ്റിലാണ് ജയിച്ച് കയറി, 75 or 76 സീറ്റ് ജയിച്ച് കയറുകയാണെന്നുണ്ടല്ലോ. കേരള കോൺഗ്രസ് എം ഉണ്ടെങ്കിൽ എമ്മിന് പിന്നെ മന്ത്രി, ജോസഫ് ഉണ്ടെങ്കിൽ ജോസഫിന് മന്ത്രി, RJDക്ക് മന്ത്രി, പിന്നെ എന്താണ് 5 മന്ത്രിമാർ ഓൾറെഡി ലീഗിനുണ്ടല്ലോ. RJD ലീഗിന് മന്ത്രി. അപ്പോൾ ഈ മന്ത്രികൾ പറഞ്ഞാൽ വളരെ കുറഞ്ഞ മന്ത്രിസ്ഥാനം ആർക്കുണ്ടാവുള്ളൂ? കോൺഗ്രസിനുണ്ടാവുള്ളൂ. അതിനൊരു 500 നേതാക്കന്മാരുണ്ടാവും. അത് ഈ
പാർട്ടികൾ ഈ ഘടകകക്ഷികളെല്ലാം നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ സ്വന്തമായ ഒരു വ്യക്തിത്വം നിലനിർത്തി ഒരു പാർട്ടിയായി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ RJD ആണെങ്കിലും ഈ പറഞ്ഞ കേരള കോൺഗ്രസ് എമ്മിനാണെങ്കിലും LDF ആയിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സമവാക്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ചോദ്യം. സമവാക്യങ്ങൾ മാറാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ടെങ്കിലും സമവാക്യങ്ങൾ മാറില്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സമയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട്, സീറ്റുകളും ഒപ്പം തന്നെ വിഷയവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സമയത്തിൻ്റെ കാര്യം എടുക്കാം. ഇനി ആകെ 90 ദിവസമേ ഉള്ളൂ. നിയമസഭാ സെഷൻ വരാൻ പോവുകയാണ്. ഞാനിതിലെ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കളുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ നിമിഷം വരെയും ഇങ്ങനെയൊരു ചർച്ച പാർട്ടിക്കുള്ളിൽ ഔദ്യോഗികമായിട്ട് നടന്നിട്ടില്ല. എന്നാൽ അഭ്യൂഹങ്ങളുണ്ട്. സഭാ നേതൃത്വം ചില നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത് വസ്തുതയാണ്. അതിൽ ചില MLA മാർ ഈ വിഷയത്തിൽ ചില ആശങ്കകൾ ഇൻഫോർമലായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ 16-ാം തീയതിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കാൻ പോകുന്നത്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അജണ്ട എന്ന് പറയുന്നത് മുന്നണി മാറ്റമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ എല്ലാ പാർട്ടികളും നടത്തിയപ്പോൾ അത് നടത്താതെ പോയൊരു പാർട്ടി യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി പാർട്ടിയാണ്. കാര്യം അവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ടില്ല. അതുകൊണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടണ്ടേ എന്ന് തീരുമാനിക്കുകയും ആ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 16-ാം തീയതി സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കുന്നു. പക്ഷേ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുന്നണി മാറ്റം എന്ന് പറയുന്നത് ചർച്ച ചെയ്ത് അതത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമില്ല. കാര്യം പ്രാഥമികമായ ഒരു ചർച്ച ഈ സമയത്ത് തുടങ്ങിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, 12 സീറ്റിലാണ് കേരള കോൺഗ്രസ് മാണി കഴിഞ്ഞ തവണ മത്സരിച്ചത്. അതിൽ 5 വിജയിച്ച് കയറി. ഇക്കുറി 10 സീറ്റെങ്കിലും UDF കൊടുക്കാൻ പറ്റുമോ? 10 സീറ്റ് കൊടുത്താൽ അത് ആരുടെ സീറ്റ് എടുത്ത് കൊടുക്കും? ശരി, നമുക്ക് നാദാപുരം കൊടുക്കുമെന്ന് പറയാം. ലീഗ് ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്ത് ഒരു പാർട്ടിയല്ല, രണ്ട് പാർട്ടിയാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ജയിച്ച ഈ മണ്ഡലങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫിന്റെ സീറ്റ് എടുത്താലേ നിങ്ങൾക്ക് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുക്കാൻ പറ്റൂ. അതെങ്ങനെ സാധ്യമാവും? കേരള കോൺഗ്രസ് ജോസഫിന്റെ ക്ലെയിം അവിടെ ഇല്ലേ? ഇക്കുറി 5 മത്സരിച്ച് 4 ജില്ലാ ഡിവിഷനിൽ ഇടുക്കിയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിജയിച്ചത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കഴിഞ്ഞ തവണ 2 വിജയിച്ചെടുത്ത് 4 വിജയിക്കാൻ കേരള കോൺഗ്രസ് ജോസഫിന് പറ്റി. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതലിടത്ത് വിജയിച്ച ജോസഫിനെ പീനലൈസ് ചെയ്യാൻ പറ്റൂ? ജോസഫിലെ നേതാക്കൾ പിണങ്ങില്ലേ? അങ്ങനെ എന്താ കേരള കോൺഗ്രസ് ജോസഫിലെ വിഭാഗത്തിന് മറുകണ്ഠം ചാടാനുള്ള സാഹചര്യമില്ലേ? അങ്ങനെ വരുന്നൊരു സാഹചര്യം ഒരുക്കൂ നിലവിൽ. അതുകൊണ്ടാണ് PJ ജോസഫ് അത്തരം മാറ്റത്തെക്കുറിച്ച് പ്രാഥമിക ഘട്ടത്തിൽ, വാർത്ത വരുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ചയും ഇവിടെ നടക്കില്ല എന്ന് കാറ്റഗോറിക്കലി ഡിനേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, സമയമില്ല എന്നുള്ളതാണ്. ആ സമയമില്ല എന്ന് പറയാനുള്ള കാരണം, ഇനി ബഡ്ജറ്റ് സെഷൻ വരാൻ പോകുന്നു. ആ ബഡ്ജറ്റ് സെഷൻ ആദ്യം മുതൽ അവസാനം വരെ അത് കഴിയുമ്പോഴേക്കും ഓരോ മണ്ഡലത്തിലെയും MLA-മാർക്ക് ഈ ബഡ്ജറ്റിൽ കിട്ടാവുന്നത് കൊണ്ട് വേണം ഇനി അങ്ങോട്ട് പോയി നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലേക്ക് പറയാൻ. വലിയ പ്രഖ്യാപനങ്ങൾ വരാൻ പോവുകയാണ്. ആ പ്രഖ്യാപനങ്ങൾ ഓരോ മണ്ഡലത്തിലേക്കുമുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാവും. ആ പ്രഖ്യാപനങ്ങളുടെ കരുത്തിൽ കൂടിയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സമയമില്ല. ഇനി അത്തരത്തിലുള്ള ചർച്ചകൾ വളരെ വേഗത്തിൽ നടത്താനുള്ള ചർച്ചയില്ല. 2 സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. LDF-ന്റെ കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ, കേരള കോൺഗ്രസ് മാണി വിഭാഗം കഴിഞ്ഞ തവണ ചോദിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ CPM കൊടുത്തില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? എനിക്കൊന്ന് 80-88 സീറ്റ് കോട്ടയത്തും മാത്രം വർദ്ധിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ആ സീറ്റുകളിൽ പകുതിയും കൊടുത്തിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ്. 48 സീറ്റുകൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പലയിടങ്ങളിലും. അതായിരുന്നു അപ്പം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നോക്കൂ, കാഞ്ഞിരപ്പള്ളി പോലൊരു മണ്ഡലം, കാഞ്ഞിരപ്പള്ളിയിൽ 2800 വോട്ടിൻ്റെ കുറവേ അവിടെയുള്ളൂ. N. ജയരാജ് അവിടെ ഇല്ല. N. ജയരാജിൻ്റെ അസാന്നിധ്യത്തിൽ 2800 വോട്ടുണ്ട്. N. ജയരാജ് കൂടെ അവിടെ മത്സരിക്കാൻ ചെല്ലുമ്പോൾ കാഞ്ഞിരപ്പള്ളി ഭദ്രമല്ലേ? ഇടുക്കിയിൽ റോഷി ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ റോഷി അഗസ്റ്റെ പരാജയപ്പെടുത്താൻ പറ്റുമോ തോന്നുന്നുണ്ടോ? പിന്നെ സംശയമുള്ള മണ്ഡലമുണ്ട്, റാന്നി. സംശയമുള്ള മണ്ഡലമാണ്. അതെങ്ങനെ വിജയിക്കും? കടുത്ത മത്സരമാണ് വരാൻ പോകുന്നത് റാന്നിയിൽ. ചങ്ങനാശ്ശേരിയിൽ, പക്ഷേ ചങ്ങനാശ്ശേരിയിൽ NSSന്റെ ആസ്ഥാനം നിൽക്കുന്ന ചങ്ങനാശ്ശേരിയിലും ജോബ് മൈക്കിൾ കളം പിടിച്ചു കഴിഞ്ഞു. പിന്നെ പൂഞ്ഞാറാണ്, സെബാസ്റ്റ്യൻ കളത്തിങ്കലിന്റെ പൂഞ്ഞാറാണ്. പൂഞ്ഞാറിന്റെ കാര്യത്തിൽ ചില ആശങ്കകളൊക്കെ ഉണ്ട്. നിലവിലെടുക്കുന്ന LDF-ന്റെ ചില നിലപാടുകളൊക്കെ പൂഞ്ഞാറിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളൊരു ആശങ്ക അവിടെയുണ്ട്. അവിടെ മത്സരിക്കാൻ പോകുന്ന BJP കാൻഡിഡേറ്റ്, അവിടെയുള്ള മൈനോറിറ്റി വോട്ട്, ഇതൊക്കെ എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ പൂഞ്ഞാറിലൊരു സംശയമുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ നിലവിൽ വിജയിച്ചു വന്ന ഈ 5 MLA-മാരിൽ 3 പേർക്കും ഈ കാര്യത്തിൽ ഒരു സംശയം ആവശ്യമില്ല. 3 MLA-മാർക്ക് ഈ കാര്യത്തിൽ ഒരു സംശയമില്ല. 2 MLA-മാർക്ക് ഈ കാര്യത്തിൽ ഒരു പക്ഷേ ചില സംശയങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട നിലപാടെടുക്കേണ്ടത് ആരാ? പാർട്ടി ചെയർമാനാണ്. ആ പാർട്ടി ചെയർമാനാണ് ഇന്ന് LDF-ന്റെ നിർണായകമായ ഒരു സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത്. അതാണ് ഇത്രയും വലിയ അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുന്നത്. മാത്രമല്ല, ഇവർ മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ നേരത്തെ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധം കേരള കോൺഗ്രസിന് ഈ സർക്കാരുമായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു വിഷയത്തിലാണ്, ഒറ്റ വിഷയത്തിലാണ്. അത് വന്യമൃഗ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അന്ന് വനംവകുപ്പ് മന്ത്രിക്കെതിരെ നമ്മുടെ ജോസ് കെ മാണി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതല്ലേ? ആ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ നിയമസഭയിലല്ലേ വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, മീൻസ് കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബില്ല് പാസ്സാക്കിയത്?
വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? പട്ടയം നോക്കൂ, ഇത്രയും കൂടുതൽ പട്ടയം 4.25 ലക്ഷത്തോളം പട്ടയം കൊടുത്തത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഗെയിൻ അല്ലേ? അപ്പോൾ പിന്നെ രാഷ്ട്രീയമായ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കാനില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ മറുഭാഗത്ത് സഭയുടെ അസംതൃപ്തിയുള്ള 2-3 വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വൈകാരികമായി സഭയെ ബാധിച്ചിരിക്കുന്ന ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട്. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ സമ്മർദ്ദമായിട്ട് മാറുന്നുണ്ട്. സഭയിലെ ചില നേതാക്കൾ, എനിക്കറിയാം, ചില നേതാക്കളുമായിട്ട് ഇക്കാര്യം വളരെ വൈകാരികമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് JB കോശി വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 284 220ഓളം കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അടുത്ത ക്യാബിനറ്റിൽ ഈ JB കോശി റിപ്പോർട്ട് നടപ്പിലാക്കിയത് ഏതൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരാൻ പോവുകയാണ്. ആ വിഷയം അവിടെ പരിഹരിക്കാമെന്നാണ് കരുതുന്നത്. പക്ഷേ UDFിൻ്റെ ഭാഗത്തുനിന്നൊരു വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിനും പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗും നടക്കുന്നുണ്ട്. പക്ഷേ അത് ഈ മുന്നണി മാറ്റത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി കൂത്തുപറമ്പിലേക്ക് വന്നാൽ, കൂത്തുപറമ്പിൽ 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം. 14,000 കൂത്തുപറമ്പിൽ. ആ കൂത്തുപറമ്പിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ കൂത്തുപറമ്പ് മാത്രമല്ലേ RJDക്കുള്ളൂ. ഇനി RJD വിട്ടുപോയാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ RJD വിട്ടുപോകാൻ ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല. ബീഹാറിൽ ഒരുപക്ഷേ കോൺഗ്രസ് വിജയിച്ചിരുന്നെങ്കിൽ, അഥവാ ഇന്ത്യ മുന്നണി വിജയിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാരണം പറയാം. കാരണം എന്താ? അങ്ങനെ ഒരു ഗെയിൻ ശ്രേയംസ് കുമാറിന് വരും. എവിടെ നിന്ന്? ബീഹാറിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്താനുള്ളൊരു ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമായിരുന്നു. ശ്രേയംസ് കുമാറിനെ സംബന്ധിച്ച് രാജ്യസഭയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. അത് ബീഹാറിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നെങ്കിൽ RJDയുടെ കെയർ ഓഫിൽ സ്വാഭാവികമായിട്ടും രാജ്യസഭയിലേക്ക് പോകാം. ആ കാരണം പറഞ്ഞ് ഇവിടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്യാം. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിയിലാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിയിൽ RJD വരാം. പക്ഷേ അവിടെ കോൺഗ്രസ് ഭരിക്കുന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. മാത്രമല്ല അവിടെ RJD ആണെങ്കിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുക. RJD കോൺഗ്രസിനെയും കോൺഗ്രസ് RJDയെയും കുറ്റപ്പെടുത്തിയിരിക്കുന്ന ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ RJDക്ക് ഒരു കാരണമില്ല, ഒരു വിഷയം പറഞ്ഞ് മുന്നണി വിടാൻ പറ്റില്ല. ഇപ്പോൾ ജമാഅത്തെ വിഷയം പറഞ്ഞ് എങ്ങനെ മുന്നണി വിടാൻ പറ്റുക? PMC വിഷയമുണ്ടായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ സർക്കാർ ഈ RJDയുടെ കൂടെ നിലപാടെടുത്തുകൊണ്ടല്ലേ വിഷയം തിരുത്തിയത്. RJD ഓപ്പണായി വന്ന് വിമർശിച്ച വിഷയമാണ് PMC വിഷയം. മാത്രമല്ല നേരത്തെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അജിത് കുമാറിനെതിരെ എടുത്ത വിഷയത്തിലും RJD നിലപാട് പറഞ്ഞു. ആ വിഷയത്തിൽ സർക്കാർ RJDയുടെ നിലപാടിന് വഴങ്ങി. അപ്പോൾ RJD ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളിൽ CPMഉം ഇടതുമുന്നണിയും RJDയുടെ താല്പര്യം കൂടി പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു കാരണം പറയണം. തെരഞ്ഞെടുപ്പ് ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നണി വിടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ പല MLA-മാരും വിശ്വസിക്കുന്നത് തങ്ങൾക്കെതിരെ ആൻറ്റി ഇൻകുംബൻസി അത്ര ശക്തമല്ല എന്നാണ്. പഞ്ചായത്തുകളിൽ ചില വാർഡ് മെമ്പർമാർക്കുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതുപോലെയുള്ള ആൻറ്റി ഇൻകുംബൻസി തങ്ങൾക്കില്ലെന്ന് MLA-മാർ കരുതുന്നുണ്ട്. അതിലാണ് ഇവരുടെ ഇപ്പോൾ നിലവിലുള്ള കേരള കോൺഗ്രസിൻ്റെയും RJDയുടെയും വിശ്വാസം എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവും അതിൻ്റെ ചിത്രം. പക്ഷേ ജോസ് കെ മാണി എവിടെയാണ് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ നേതാക്കൾ നൽകുന്നില്ല. അതിന് ചില അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. വസ്തുതയാണോ എന്നറിയില്ല. ദുബായിലാണെന്ന് ചില ആളുകൾ പറയുന്നു. അതല്ല, ഖത്തറിലാണെന്ന് പറയുന്നു. ഖത്തറിൽ അടുത്ത കാലത്ത് അതായത് ജോസ് കെ മാണി ഖത്തറിലുണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഖത്തറിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ കനം പകരുന്നതാണ് എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സമവാക്യങ്ങൾ മാറുന്നു എന്ന ചോദ്യത്തിന് 3 പേർ യെസ്, ഒരാൾ നോ. ആന്റോ അഗസ്റ്റിൻ അങ്ങേക്ക് മാറാനുള്ള സാഹചര്യം ഞാൻ തരാം. ഇപ്പോൾ സമയം തരാം. ഞാൻ മാറുന്നില്ല. അപ്പോൾ ഞാൻ നോ എന്നാണ് പറയുക. സമവാക്യങ്ങൾ മാറില്ല എന്നതാണ് എൻ്റെ നിലപാട്. സമവാക്യങ്ങൾ മാറുമെന്ന് 3 പേർ. Meet the editors.